السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളോട് പറഞ്ഞത്, അഷ്തരിതു ലി റബ്ബി അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈഅ. എന്റെ റബ്ബിന് വേണ്ടി എനിക്ക് നിങ്ങളോട് ഷർത്ത് വെക്കാനുള്ളത്, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം, അവരിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വഅഷ്തരിതു ലി നഫ്സി അൻ തംനഊനി മിമ്മാ തംനഊന മിൻഹു അൻഫുസകും വഅംവാലകും. എനിക്ക് വേണ്ടി നിങ്ങളോട് എനിക്ക് ഷർത്ത് വെക്കാനുള്ളത്, നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങൾ തടുക്കുമ്പോൾ, അതിനെ തൊട്ട് നിങ്ങൾ പ്രതിരോധിക്കുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കുമോ അപ്രകാരം നിങ്ങൾ എന്നെ തൊട്ട് പ്രതിരോധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ സഹാബികൾ, അൻസാരികളായ ഈ ഖസ്റജികൾ, മദീനക്കാർ നബിയോട് ചോദിച്ചു, ഫമാ ലനാ ഇൻ ഫഅൽനാ ദാലിക് ഇദാ ഫഅൽനാ ദാലിക്, ഞങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് എന്താണ് ഉള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമാണുള്ളത്. അപ്പോൾ ഈ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റബിഹൽ ബൈഅ, കച്ചവടം അത് ഇടപാട് ലാഭം കൊയ്തിരിക്കുന്നു. ലാ നുഖീൽ വലാ നസ്തഖീൽ, ഒരിക്കലും ഈ ഉടമ്പടി ഇനി കൈയൊഴിക്കുന്ന ലംഘിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. കച്ചവടം ഉറച്ചു, അതിൽ ലാഭമായി എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിലാണ് സൂറത്ത് തൗബയിൽ ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, അല്ലാഹു വിശ്വാസികൾക്ക് സ്വർഗമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സമ്പത്തുകളും ശരീരങ്ങളും അവരിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്ന അർത്ഥം വരുന്ന ആയത്തിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബൈഅത്തിനെ തുടർന്ന് മക്കയിൽ നിന്ന് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ മദീനയിലേക്ക് തന്റെ ആദ്യത്തെ സഫീർ, അംബാസഡറായി നിയോഗിച്ചു. അങ്ങനെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഫീറായി, അംബാസഡറായി മക്കയിൽ നിന്ന് മദീനയിലെത്തി. തിരുനബി അപ്പൊ ഹിജ്റ പോയിട്ടില്ല, ഹിജ്റ പോകാനുള്ള ഉടമ്പടിയാണ് ആയിട്ടുള്ളൂ. അങ്ങനെ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ചെന്ന് മദീനയിലെത്തി അസ്അദ് ഇബ്നു സുറാറയോടൊപ്പം കൂടി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. മദീനക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ മദീന നിവാസികൾ, ഔസ് ഖസ്റജ് ഗോത്രം, അവർ ഏറെക്കുറെ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയപ്പോൾ മദീനയിൽ അവിടെയുള്ള ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ, അവർ ഏറെക്കുറെ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദ്യമായി സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ, മുഹാജിറുകൾ പലായനം ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ ആദർശം സ്വീകരിച്ച്, അതേപോലെ തന്നെ മുഹാജിറുകൾ ഹിജ്റ വരുമ്പോൾ അവർക്ക് താമസിക്കുവാനുള്ള സ്ഥലം സ്വീകരിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാരികളെ കുറിച്ച് പറഞ്ഞത്, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. മുഹാജിറുകൾ ഹിജ്റ വരുന്നതിന് മുമ്പ് വിശ്വാസം സ്വീകരിച്ചവർ, അതേപോലെ തന്നെ ദാറുൽ ഹിജ്റയും പാലായനം ചെയ്തു വരുന്നവർക്കുള്ള നാടും ഒരുക്കിയവർ എന്നവരെ കുറിച്ച് പറഞ്ഞത്. അൻസാരികൾ അവരുടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, അല്ലാഹു ആണ് സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ചവനാണ് തന്റെ സൃഷ്ടികളെ കുറിച്ച് നന്നായിട്ട് അറിയുക.
അള്ളാഹു അൻസാരികളെ കുറിച്ച് പറഞ്ഞത് എന്താ? വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുന്നവർ വേണ്ടത്ര സാധന സാമഗ്രികളുമായിട്ടല്ല വരുന്നത്, ശൂന്യഹസ്തരായിട്ടാണ് വരുന്നത്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് അവർ പലായനം ചെയ്തു വരുന്നത്. അവരെ ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നവരായിരുന്നു അൻസാരികൾ. മാത്രമല്ല വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. അൻസാരികൾക്ക് സ്വത്തുണ്ട്. ആ സ്വത്തിൽ അവർക്ക് ആവശ്യം കാണാതെ മറ്റുള്ളവർക്ക്, വിശിഷ്യ ഹിജറ വന്നവർക്ക് അതിൽ ആവശ്യം കാണുന്നവരാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ദാരിദ്ര്യമാണ്, അവർക്ക് പട്ടിണിയാണ്, എന്നിട്ടും അവർ മറ്റുള്ളവർക്കാണ് അവരുടെ സമ്പത്തിൽ, അവരുടെ സ്വത്തിൽ അവർ പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാരികളുടെ വിഷയത്തിൽ അവതരിപ്പിച്ച ആയത്താണ്. അതുകൊണ്ടാണ് സ്വത്തുള്ളവർ രണ്ടായി സ്വത്ത് ഭാഗിച്ച് മുഹാജിറായി വന്ന ദരിദ്രന് അവരുടെ സ്വത്ത് നൽകിയത്. ഇണകളില്ലാത്തവർക്ക് ഭാര്യമാരെ മൊഴി ചൊല്ലി അവരുടെ ഇദ്ദ കഴിഞ്ഞാൽ ഭാര്യമാരെ ഏൽപ്പിച്ചു കൊടുത്തത്. വീട് പകുത്ത് വീടിന്റെ ഭാഗം താമസിക്കാൻ നൽകിയത്. ഈ വിശാല മനസ്കരായ അൻസാരികൾക്ക് തുല്യമായി അവരുടെ ശേഷം ചരിത്രത്തിൽ ഒരു വിഭാഗമില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ നൽകിയ വാഗ്ദാനം അവരുടെ ശരീരവും അവരുടെ സമ്പത്തും അതേപോലെ അവരുടെ ഇണകൾ, മക്കൾ, അവരെയൊക്കെ എങ്ങനെ അവർ സംരക്ഷിക്കുന്നുവോ അതിനേക്കാൾ അവർ റസൂലുള്ളാഹിയെ സംരക്ഷിക്കും എന്നാണ്. ബദർ യുദ്ധവേളയിൽ നമുക്കറിയാം, ബദറിൽ ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടവരല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും. യുദ്ധം ലക്ഷ്യമേ അല്ല, അബൂ സുഫിയാന്റെ കച്ചവട സംഘാണ് ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ എത്തിയപ്പോ അബൂ സുഫിയാന്റെ കച്ചവട സംഘം രക്ഷപ്പെട്ടു. പകരം അബൂജഹലിന്റെ ഒരു വലിയ പടയാണ്, സർവായുധ സന്നദ്ധരായ പട. ഈ പടയോട് ഏറ്റുമുട്ടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതേപോലെ തന്നെ കൂടെയുള്ളവരുടെ, തിരുനബിയുടെ കൂടെയുള്ളവരും അവർ ന്യൂനപക്ഷമാണ്. ശത്രുവിന്റെ 1/3 താഴെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് കൂടിയാലോചന നടത്തുകയാണ്. അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം പറയും. കാരണം എന്താ, കച്ചവട സംഘമാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇപ്പൊ യുദ്ധമാണ്, അതുകൊണ്ട് യുദ്ധം വേണോ, നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പൊ മുഹാജിറുകൾ സംസാരിച്ചു, അബൂബക്കർ, ഉമർ, മിഖ്ദാദ് തുടങ്ങിയവരൊക്കെ സംസാരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ്. അൻസാരികളുടെ അഭിപ്രായം അതാണ് റസൂലുള്ളാഹിക്ക് അറിയേണ്ടത്. അപ്പൊ സഅദ് ബിൻ മുആദ് എഴുന്നേറ്റിട്ട് പറയാണ്, റസൂലേ ഞങ്ങളുടെ അഭിപ്രായമാണോ നിങ്ങൾ ചോദിക്കുന്നത്? എന്നിട്ട് സഅദ് ബിൻ മുആദ് പറയാണ്, റസൂലുള്ളാഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയാൽ മദീനയിൽ സംരക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ബൈഅത്ത്, മക്കയിൽ വെച്ചിട്ട് അൻസാരികൾ. ഇത് മദീനയിലല്ലുള്ളത്, ബദറിലാണുള്ളത്, മദീനക്ക് പുറത്താണ്. അപ്പൊ സഅദ് പറയാണ്, റസൂലെ മദീനയിൽ വെച്ച് മാത്രമേ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുകയുള്ളൂ, മദീനക്ക് പുറത്ത് ഞങ്ങൾ സംരക്ഷിക്കുകയില്ല എന്ന് നിങ്ങൾ ഭയക്കുകയാണോ? അങ്ങനെ ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല. നിങ്ങൾ എന്താണോ അഭിപ്രായപ്പെടുന്നത്, നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ ഞങ്ങളുണ്ട്. നിങ്ങൾ ആരുമായി സന്ധിയിലേർപ്പെടുന്നുവോ സന്ധിയിലേർപ്പെടാൻ ഞങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു പറയുന്ന മാർഗേണ ചരിച്ചാലും എന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് ആശ്വാസം പകരുകയാണ്. അദ്ദേഹം അൻസാരികളുടെ നേതാവാണ്. അങ്ങനെ ബദർ യുദ്ധം തുടങ്ങാണ്. ബദർ യുദ്ധം തുടങ്ങുമ്പോ സഅദ് ഇബ്നു മുആദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ നബിയല്ലാഹ് നബിനി ലക അരീസൻ തകൂനു ഫീഹി വനുഇദു ഇൻദക റുകബായിക. മുസ്ലിം സൈന്യം ന്യൂനപക്ഷമാണ് ബദറിൽ. അപ്പൊ അൻസാരികൾ ചെന്നിട്ട് പറയാണ്, സഅദ് ഇബ്നു മുആദാണ് സംസാരിക്കുന്നത്, റസൂലേ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു താവളം തയ്യാറാക്കാം, നിങ്ങൾ അതിലിരിക്കുക. മാത്രല്ല നിങ്ങൾക്ക് പാറാവുകാരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ നിശ്ചയിക്കാം, എന്നിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്തോളാം.
ഇത് അൻസാരികൾ റസൂലുള്ളാഹിനെ സംരക്ഷിക്കുവാൻ ബദറിൽ വെച്ച് പറഞ്ഞതാണ്. എന്നിട്ട് അൻസാരികൾ പറയാണ്, അവര് ന്യൂനാൽ ന്യൂനപക്ഷാണ്, അതിൽ നിന്നൊരു വിഭാഗത്തെ റസൂലുള്ളാഹിക്ക് കാവൽ നിർത്താം, എന്നിട്ട് ബാക്കിയുള്ളവർ യുദ്ധത്തിന് ഇറങ്ങാം. എന്നിട്ട് അവര് പറയാണ്, യുദ്ധത്തിൽ വിജയമാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ ഞങ്ങളോട് വിജയത്തിൽ ചേരുക, അതല്ല യുദ്ധത്തിൽ പരാജയമാണ് ഭവിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നിർത്തിയ കാവൽക്കാരുമായിട്ട് മദീനയിലേക്ക് രക്ഷപ്പെടണം, മദീനയിലേക്ക് നിങ്ങൾ രക്ഷപ്പെടണം. ഞങ്ങൾ അടർക്കളത്തിൽ വധിക്കപ്പെട്ടാലും നിങ്ങൾ രക്ഷപ്പെടണം. കാരണം മദീനയിൽ ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ ശേഷക്കാർ അൻസാരികൾ. ബദറിൽ ഒരു യുദ്ധമുണ്ടാകുമെന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരൊരിക്കലും പിന്തുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വധിക്കപ്പെടുകയാണെങ്കിൽ വധിക്കപ്പെടട്ടെ, നിങ്ങൾ മടങ്ങിപ്പോയി മദീനയിൽ രക്ഷപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അൻസാരികൾ പറയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ അൻസാരികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കൂറും അവർ നൽകിയ ആ ഉടമ്പടിയിൽ അവര് പുലർത്തിയതായ വാക്ക് പാലനവും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർപ്പിക്കുന്ന വർത്തമാനമായിരുന്നു. ബദർ കഴിഞ്ഞു. പിന്നീട് ചരിത്ര പ്രസിദ്ധമായ ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിൽ പെടാപ്പാടുപെട്ട ഒരു വിഭാഗമായിരുന്നു അൻസാരികൾ. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടർക്കളത്തിൽ ഒറ്റപ്പെട്ട സമയം ഉഹദിന്റെ രണ്ടാം ഘട്ടം, ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമാണ്. ഉഹദിന്റെ രണ്ടാം ഘട്ടത്തിലാണ് മുസ്ലിമീങ്ങൾക്ക് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അബൂ സുഫിയാൻ കൊണ്ടുവന്ന ഉഹദിലേക്കുള്ള പട, അത് പിന്നെ ഖാലിദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ് വീണ്ടും ഒരിക്കൽ ഉഹദിലേക്ക് വരുന്നത്. ഈ സമയം മുസ്ലിമീങ്ങൾ യുദ്ധസത്ത് ശേഖരിക്കുന്ന തിരക്കിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് ഖാലിദിന്റെ പട ഉഹദിലേക്ക് വരുന്നത്. ഈ സമയം അൻസാരികൾ അവർ പെരുമാറിയതിന്റെ ചരിത്രം ഏറെ ഹൃദ്യമാണ്. അബൂ തൽഹത്തുൽ അൻസാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പറയാണ്, റസൂലേ, ശത്രു കാണും വിധം നിങ്ങൾ എഴുന്നേറ്റ് നോക്കല്ലേ, ശത്രുവിന്റെ ആയുധം വരുന്നുവെങ്കിൽ നഹ്രി ദൂന നഹ്രിക്, നിങ്ങളുടെ നെഞ്ചിനെ നോക്കി വരുന്ന ആയുധങ്ങളെ ചെറുക്കുവാൻ എന്റെ നെഞ്ചുണ്ട് എന്ന് പറഞ്ഞാണ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അൻസാരിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നത്. സഅദ് ഇബ്നു റബീഉം അതേപോലെ അനസ് ഇബ്നു നദറുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ വർത്തമാനങ്ങൾ അത് ഉഹദിന്റെ ചരിത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഅദ് ഇബ്നു റബീഉ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻ പിൻ ഭാഗങ്ങളിൽ നിലയുറപ്പിക്കാൻ, റസൂലുള്ള മുന്നിലേക്ക് തിരിഞ്ഞാൽ അവിടെ സഅദ്, പിന്നിലേക്ക് തിരിഞ്ഞാൽ സഅദ്, പാർശ്വങ്ങളിൽ സഅദ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വരുന്ന ആയുധങ്ങളെ ചെറുക്കുവാൻ അദ്ദേഹം ഒരു പരിചയായി വർത്തിക്കുകയാണ്. അങ്ങനെ സഅദ് ധീരധീരം പോരാടിയാണ് അദ്ദേഹം ഷഹീദാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിന്റെ പൊടി അടങ്ങിയപ്പോൾ സഅദ് ഇബ്നു റബീഅ അൽ അൻസാരിയുടെ അടുക്കലേക്ക് ആളെ വിടുകയാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ദൂതനോട് പറയാണ്, സഅദിന്റെ ശരീരത്തിൽ ജീവൻ ശേഷിക്കുന്നുവെങ്കിൽ എന്റെ സലാം പറയണം, എന്നിട്ട് ചോദിക്കണം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ എന്ന്. അങ്ങനെ ചെന്ന് നോക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു അവസാന നിശ്വാസങ്ങൾ വലിച്ചുവിടുകയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ സലാം പറഞ്ഞു, അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പ്രതികരിച്ചു, എന്റെ സലാം റസൂലുള്ളാഹിയോടും പറയണം, നിങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കുന്നു റസൂൽ എന്ന് ആ ദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, റസൂലിനോട് പറയണം ഞാൻ എന്റെ മൂക്കിൽ സ്വർഗം വാസനിക്കുന്നു എന്ന്. അതിൽ പിന്നെ ചില വർത്തമാനങ്ങൾ പറഞ്ഞ് സഅദ് ഇബ്നു റബീഉൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അവിടെ ഷഹീദാകുകയാണ്. ഇതേപോലെയായിരുന്നു ഓരോ അൻസാരികളും ഉഹദിന്റെ രണാങ്കണത്തിൽ. ഉമ്മു അമ്മാറ അൻസാരിയത്താണ്. ഉമ്മു അമ്മാറ നുസൈബ ബിൻത് കഅബ് അൽ മാസിനിയ സ്ത്രീയാണ് ഉമ്മു അമ്മാറ. അതേപോലെ തന്നെ ഉമ്മു മനിയ, ഈ ഉമ്മു മനിയ എന്ന് പറയുന്ന മഹദിയും ഉമ്മു അമ്മാറ എന്ന് പറയുന്ന മഹദിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൻസാരികൾ അഖബയിൽ വെച്ച് ഉടമ്പടി ചെയ്തപ്പോൾ ആ ഉടമ്പടിയിൽ പങ്കെടുത്ത രണ്ട് സ്ത്രീരത്നങ്ങളാണ്. രണ്ട് സ്ത്രീകളാണ് അഖബയിൽ പങ്കെടുത്തത് ഉടമ്പടിയിൽ.
അതിലൊന്നാണ് ഉമ്മു അമ്മാറയും മറ്റൊന്ന് ഉമ്മു മനിയും. ഈ രണ്ട് സ്ത്രീകളുടെയും സാന്നിധ്യം ഉഹദിൽ, വിശിഷ്യ ഉമ്മു അമ്മാറയുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ അടർക്കളത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ, ശത്രുക്കൾ എന്നെ വലയം ചെയ്തപ്പോൾ എന്നെ സംരക്ഷിക്കുവാൻ ഉമ്മു അമ്മാറയാണ് എന്റെ എല്ലാ ഭാഗങ്ങളിലും നിലയുറപ്പിച്ചത് എന്നാണ്. കാരണം ഈ ഉമ്മു അമ്മാറ അൻസാരിയത്താണ്. അവരാണ് റസൂലുള്ളാഹിയെ ബൈഅത്ത് ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിൽ കൊണ്ടുവന്ന ആളുകളിൽ ഒരാൾ. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ധാരാളം വെട്ടും കുത്തുമേറ്റിരുന്നു ഉഹദിൽ എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൊടുത്ത ആ വാക്ക് പൂർത്തീകരിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുവാനുമുള്ള അവരുടെ ആവേശമാണ്, ആത്മാർത്ഥതയാണ് ആ കാണുന്നത്. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു, അബൂ ദുജാന അൻസാരിയാണ്. ഈ അബൂ ദുജാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാളെടുത്ത് യുദ്ധം പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹ് വാളെടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഈ വാൾ ആരാണ് എന്നിൽ നിന്ന് ഏറ്റുവാങ്ങുക? ഉഹദിൽ നടന്ന സംഭവം. അപ്പൊ സുബൈർ ഇബ്നുൽ അവ്വാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവാരിയായ സുബൈർ ഇബ്നുൽ അവ്വാം പറഞ്ഞു, ഞാൻ അത് വഹിക്കാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, ഈ വാളിന് ഇതിന്റെ അവകാശം നൽകി ആരിത് ഏറ്റുവാങ്ങും? അപ്പൊ അബൂ ദുജാന അത് വാങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈർ ഇബ്നു അവ്വാമിന് ആ വാള് നൽകാതെ അബൂ ദുജാനക്ക് നൽകി. അപ്പോൾ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ഒരു പ്രയാസം, എന്തുകൊണ്ട് റസൂലുള്ളാഹി എനിക്ക് നൽകിയില്ല? അൻസാരിയായ അബൂ ദുജാനക്ക് നൽകി. അബൂ ദുജാന വാള് വാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോരാട്ടം കുറിച്ചു. ആ വാള് കൊണ്ട് അദ്ദേഹം തിരുദൂതരെ നോക്കി വരുന്ന ശത്രുക്കളെ മുഴുവൻ അദ്ദേഹം കഥ കഴിക്കുകയുണ്ടായി. സുബൈർ ഇബ്നുൽ അവ്വാം പറയാണ്, ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി അബൂ ദുജാനയുടെ ഈ ധീരമായ പോരാട്ടത്തിൽ. അങ്ങനെ ഒരു ആൾ രൂപം മൂടുപടമണിഞ്ഞിട്ടുണ്ട്. അബൂ ദുജാന അതിനെ നോക്കി ചെല്ലുകയാണ്, റസൂലുള്ളാഹിന്റെ വാളുകൊണ്ട് അതിനെ വെട്ടാൻ. അപ്പൊ ആ രൂപത്തിൽ നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം പുറത്തു വന്നത്. അയാളെ വെട്ടാൻ ഓങ്ങിയ അബൂ ദുജാന തന്റെ വാള് വലിച്ച് അവിടുന്ന് പിരിഞ്ഞു പോന്ന്. അപ്പൊ സുബൈർ ഇബ്നുൽ അവ്വാം പറയാണ്, ആ രൂപം അതൊരു പെണ്ണായിരുന്നു, സ്ത്രീ ആയിരുന്നു. അബൂ ദുജാനയോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ കൊല്ലാതിരുന്നത്? അപ്പൊ അബൂ ദുജാന പറയാണ്, ഇത് റസൂലുള്ളാഹിന്റെ വാളാണ്. ഈ വാള് കൊണ്ട് ഒരു പെണ്ണിനെ വെട്ടുക എന്നുള്ളത്, പെണ്ണ് അടർക്കളത്തിൽ യുദ്ധത്തിലാണ്, അവൾ യുദ്ധം ചെയ്യുകയും യുദ്ധം ചെയ്യിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിലാണെങ്കിലും സ്ത്രീകൾ കൊല്ലപ്പെടാൻ പാടുള്ളതല്ല, കുട്ടികൾ കൊല്ലപ്പെടാൻ പാടുള്ളതല്ല, വൃദ്ധന്മാർ വധിക്കപ്പെടാൻ പാടുള്ളതല്ല. യുദ്ധത്തിൽ ഒരു പെണ്ണ് കൊല്ലപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെ പറഞ്ഞിട്ടുണ്ട്, മൻ ഖതല ഹാദിഹി, ആരാണ് ഈ പെണ്ണിനെ കൊന്നത്? മാ കാനത ഹാദിഹി ലതുഖ്തൽ, ഇവൾ കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നു. യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ വിഷയത്തിലാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അതാർക്കറിയാം? അബൂ ദുജാനക്കറിയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ വാള് കൊണ്ട് ആ പെണ്ണിനെ വെട്ടാതിരുന്നത്. ആരായിരുന്നു ആ പെണ്ണ്? ഉഹദിൽ പങ്കെടുത്ത അബൂ ദുജാനയുടെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട പെണ്ണ് അത് ഹിന്ദ് ബിന്തു ഉത്ബയായിരുന്നു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദായിരുന്നു. അത് അള്ളാഹുവിന്റെ ഖദറാണ്, ഖദാണ്. കാരണം ഈ ഹിന്ദിന് അള്ളാഹു ഇസ്ലാം വിധിച്ചിട്ടുണ്ട്. അവൾ വധിക്കപ്പെടാൻ പാടുള്ളതല്ല. അവൾ പിന്നീട് ഇസ്ലാം സ്വീകരിക്കേണ്ടവളും ഇസ്ലാം സ്വീകരിക്കേണ്ട, ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ ചെയ്യേണ്ട മഹദിയാണ്. അത് അള്ളാഹുവിന്റെ ഖദറാണ്. അതുകൊണ്ട് തന്നെ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെ വാളിൽ നിന്ന് ആ മഹദി രക്ഷപ്പെടുകയുണ്ടായി. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുന്ന മാർഗേണ അൻസാരികൾ കാഴ്ചവെച്ച സേവന പ്രവർത്തനങ്ങളും അവരുടെ സന്നദ്ധ പ്രവർത്തനങ്ങളുമാണ്. ആ വിഷയത്തിൽ ചരിത്രം നീണ്ടുപോകും. അത്രമാത്രം വിഷയങ്ങളാണ് അൻസാരികളുടെ വിഷയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മക്കം ഫതഹായി അൻസാരികളുടെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം മക്കം ഫതഹായപ്പോൾ ആ വിഷയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്താ? മക്കം ഫതഹിന് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹായിട്ട് കുറെ ദിവസങ്ങൾ മക്കയിൽ താമസിച്ചിട്ടുണ്ട്. മക്ക ഫതഹായി, പിന്നെ തായിഫ് യുദ്ധം, ഹുനൈൻ യുദ്ധം, ഇങ്ങനെ നാളുകൾ നീണ്ടുപോയി. 19 ദിവസത്തോളം റസൂലുള്ളാഹി മക്കയിൽ തങ്ങി.
ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ കുന്നിന്റെ മുകളിൽ നിന്ന് ദുആ ചെയ്യുന്ന സമയത്ത് അൻസാരികൾ ആ സഫാ കുന്നിന്റെ ചെരുവിൽ ഇരുന്ന് അടക്കം പറയാണ്. അടക്കി പിടിച്ചൊരു സംസാരമാണ്. എന്താ അൻസാരികളുടെ സംസാരം? അൻസാരികളുടെ സംസാരം, മക്ക ഫതഹായി. മക്ക ആരുടെ നാടാ? റസൂലുള്ളാഹിന്റെ ജന്മനാടാണ്. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ്. ഈ മക്ക ഫതഹായി. മക്ക ഫതഹായാൽ ഇനി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയെ ഒഴിവാക്കി, മദീനക്കാരെ ഒഴിവാക്കി, ഇനി മക്കയിൽ തന്റെ വീട്ടിൽ, തന്റെ ജന്മനാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുമോ എന്നാണ് അൻസാരികൾ അടക്കം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളോട് ചോദിച്ചു, അൻസാരികളെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? അപ്പൊ അൻസാരികൾ പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞ ഇതാണെന്ന്. പക്ഷെ റസൂൽ അവരോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങൾ എന്താണ് പറഞ്ഞത്? അപ്പൊ അൻസാരികൾ പറഞ്ഞു, റസൂലേ, ഞങ്ങൾ പറഞ്ഞത് മക്ക ഫതഹായി, നിങ്ങൾ നിങ്ങളുടെ ജന്മനാട് കീഴ്പ്പെടുത്തി, ഇനി നിങ്ങൾ മക്കയിൽ തങ്ങി മദീനയിലേക്ക് വരാതിരിക്കുമോ എന്നാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഅദല്ലാഹ് അൽ മഹ്യാ മഹ്യാകും വൽ മമാതു മമാതുകും. അല്ലാഹുവിൽ ശരണം, എന്റെ ജീവിതം നിങ്ങളോടൊപ്പമുള്ള ജീവിതമാണ്, എന്റെ മരണം നിങ്ങളോടൊപ്പമുള്ള മരണമാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളോടൊപ്പം മദീനയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഹുനൈൻ യുദ്ധത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ഉടനെ യുദ്ധാർത്ഥിത സ്വത്തുക്കളൊക്കെ വന്നു, കുറെ സ്വത്ത് വന്നു. ഹുനൈൻ യുദ്ധത്തിൽ പുതുതായി ഇസ്ലാം സ്വീകരിച്ച കുറെ ആളുകൾ, മക്ക ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ഹുനൈനിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ യുദ്ധാർത്ഥിത സ്വത്ത് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർക്ക് അതിൽ നിന്ന് കൂടുതൽ നൽകി, കുറെ കൊടുത്ത് പുതു മുസ്ലിമീങ്ങൾക്ക്. അപ്പൊ അൻസാരികൾ യുദ്ധം ചെയ്ത ക്ഷീണത്തിൽ അവശരായി നിൽക്കുകയാണ്. അപ്പൊ അൻസാരികൾ ഈ അവസ്ഥയിലിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർക്ക് യുദ്ധാർത്ഥിത സ്വത്ത് കൂടുതൽ നൽകിയപ്പോൾ അത് അൻസാരികൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ പരിഗണിച്ചില്ല, പ്രത്യുത പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർക്കാണ് കൂടുതൽ നൽകുന്നത് എന്ന സംസാരം ഉണ്ടായി. ഈ സംസാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാതിലെത്തി. തിരുനബി അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ ഉബാദയെ വിളിച്ചു. സഅദ് ബിൻ റബീ ഉഹദിൽ ഷഹീദായി മരിച്ച്. സഅദ് ബിൻ ഉബാദയെ വിളിച്ചു. അറിയപ്പെട്ട സഅദ്മാരുണ്ട്. അതിൽ സഅദ് ബിൻ റബീ ഉഹദിലും സഅദ് ബിൻ മുആദ് ഖന്തക്കിനെ തുടർന്നും മരിച്ചവരാണ്, ഷഹീദായവരാണ്. ഇത് സഅദ് ബിൻ ഉബാദയാണ്. സഅദ് ബിൻ ഉബാദയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സഅദ് ബിൻ ഉബാദ നിങ്ങൾ എന്ത് പറയുന്നു? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഞാനും അൻസാരികളിൽ ഒരാളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും അതിലൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ വിളിച്ചുകൂട്ടാൻ പറഞ്ഞു. അങ്ങനെ അൻസാരികൾ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ മക്കയിൽ നിന്ന് വന്ന പുതു മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ നൽകി, അവരുടെ ഹൃദയം കൂടുതൽ ഇസ്ലാമിലേക്ക് ഇണക്കുവാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. നിങ്ങൾ ഇസ്ലാമിലാണുള്ളത്, നിങ്ങൾ ആദർശത്തിലാണുള്ളത്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആദർശത്തിൽ ഉറച്ചവരാണെന്ന നിലക്ക് ഞാൻ നിങ്ങളെ ഇസ്ലാമിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൻസാരികളെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? എല്ലാ നാട്ടുകാരും എന്റെ അടുക്കൽ വന്ന് ജിഹാദിൽ പങ്കെടുക്കും. എന്നിട്ട് അവർ ജിഹാദിനപ്പുറം പിരിഞ്ഞു പോകുമ്പോൾ യുദ്ധാർജിത സ്വത്തുക്കളായി പശുക്കൾ, ആടുകൾ, ഒട്ടകങ്ങൾ ഇതൊക്കെയായിട്ടാണ് അവർ മടങ്ങുന്നത്. അൻസാരികളെ നിങ്ങളൊഴിച്ച് നിങ്ങൾ മടങ്ങുന്നത് എന്നെയും കൊണ്ടാണ്. ഒരു ആൾക്കും അവരുടെ കൂടെ ഞാനില്ല. നിങ്ങൾ യുദ്ധം കഴിഞ്ഞു പോകുമ്പോൾ എന്നെയും കൊണ്ടാണ് നിങ്ങൾ മടങ്ങുന്നത്. അതോടുകൂടി അൻസാരികൾ പറയുകയാണ്, റദീന ബിറസൂലില്ലാഹി ഖിസ്മൻ വഹംബ, റദീന ബിറസൂലില്ലാഹി ഖിസ്മൻ വഹംബ, ഞങ്ങൾക്ക് വിഹിതമായി അല്ലാഹുവിന്റെ റസൂൽ മതി. ഫുലു ശിയാഹ വൽ ജിമാല വൽ ബഖർ വനഹ്നു നഅഖുദു അൻകും ഖൈറൽ ബശർ. യോദ്ധാക്കളെ, നിങ്ങൾ ആടുകളെ, ഒട്ടകങ്ങളെ, മാടുകളെയൊക്കെ കൊണ്ടുപോയിക്കൊള്ളി, ഞങ്ങൾ ഖൈറുൽ ബശറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് അൻസാരികൾ ആശ്വസിക്കാണ്. മാത്രമല്ല റസൂലുള്ളാഹി നിർത്തിയില്ല. റസൂലുള്ളാഹി അൻസാരികളോട് പറയാണ്, അൻസാരികളെ, ഞാൻ ഹിജറ ചെയ്തൊരു മുഹാജിറാണ്.
ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികളിൽ ഒരാളാകുവാൻ ആഗ്രഹിച്ചിരുന്നു. അൻസാരികളിൽ ഒരു മെമ്പറാകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ ഹിജ്റ ചെയ്തൊരു മുഹാജിറാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾക്ക് മേൽവസ്ത്രവും അടിവസ്ത്രവും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടാകും, അത്ര തന്നെ രഹസ്യം അറിയാത്ത ആളുകൾ ഉണ്ടാകും. അൻസാരികളെ, നിങ്ങൾ എന്റെ ദിഫാറാണ്, എന്റെ രഹസ്യങ്ങൾ അറിയുന്ന, എന്റെ ശരീരത്തോട് അടുത്ത് കിടക്കുന്ന വസ്ത്രത്തെ പോലെയുള്ളവരാണ്. എന്നാൽ മറ്റു ജനങ്ങളെല്ലാം എന്റെ മേൽവസ്ത്രത്തെ പോലെ എന്റെ രഹസ്യങ്ങളൊന്നും അത്രമാത്രം അറിയാത്ത വിധം എന്നിൽ നിന്ന് വിദൂരതയിലുള്ളവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മാത്രമല്ല റസൂൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ റഹമിൽ അൻസാർ വ അബ്നാഇൽ അൻസാർ വ അബ്നാഇ അബ്നാഇൽ അൻസാർ. അല്ലാഹുവേ, അൻസാരികളോട് നീ കരുണ കാണിക്കണമേ, അൻസാരികളുടെ മക്കളോട് കരുണ കാണിക്കണമേ, അവരുടെ മക്കളുടെ മക്കളോട് കരുണ കാണിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി അൻസാരികളോട് പറഞ്ഞു, അൻസാരികളെ, നിങ്ങൾ ഇനിയും ജീവിക്കും, പല സ്വാർത്ഥതകളും നിങ്ങൾ കണ്ടേക്കും. ആളുകൾ അൻസാരികളെ വിഗണിച്ചുകൊണ്ട് ചില സ്വാർത്ഥതകൾ കാണിക്കും. റസൂലുള്ളാഹി അവരോട് പറഞ്ഞത്, ഫസ്ബിറു ഹത്താ തൽഖൗനി അലൽ ഹൗദ്, നിങ്ങൾ ഒരിക്കലും അക്ഷമരാകരുത്, നിങ്ങൾ ഹൗദിൻ കരയിൽ മഹ്ശറ വൻസഭയിൽ ഞാനുമായി സന്ധിക്കുന്നത് വരെ നിങ്ങൾ ക്ഷമിച്ചു കഴിയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന ആ നാളുകളിൽ രോഗഗ്രസ്തനായി ശയ്യാവലംബിയായി കിടക്കുമ്പോൾ അൻസാരികൾ കരയുകയാണ്. റസൂലുള്ളാഹി രോഗത്തിൽ കിടക്കുമ്പോൾ അൻസാരികൾ കരയുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കേൾക്കുകയാണ്. അപ്പൊ അബ്ബാസ് ചോദിച്ചു, അബൂബക്കർ ചോദിച്ചു, എന്തിനാണ് അൻസാരികളെ നിങ്ങൾ കരയുന്നത്? അപ്പോൾ അൻസാരികൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഞങ്ങൾ അൻസാരികളെ റസൂലുള്ള പരിഗണിക്കുകയും ഞങ്ങളോടൊത്ത് റസൂലുള്ള ഒന്നിച്ചിരിക്കുകയും ചെയ്യാറുണ്ട്. തിരുവിയോഗമായാൽ, റസൂലുള്ള വഫാത്തായാൽ, അതേപോലെ ഇപ്പൊ റസൂലുള്ള ദീനത്തിലാണ്, ഇപ്പൊ റസൂലുള്ള ഞങ്ങളോടൊപ്പം ഇരിക്കാനില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അൻസാരികൾ കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ വിവരം അബൂബക്കറും അബ്ബാസും റസൂലുള്ളയെ അറിയിച്ചു. റസൂലുള്ള ദീനത്ത് കിടക്കാണ്. അൻസാരികൾ കരയുന്നത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വേഗം തന്റെ ശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് പരസഹായത്തോടുകൂടി മിമ്പറിൽ കയറി. അവസാനമായി റസൂലുള്ള മിമ്പറിൽ കയറിയത് അൻസാരികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളുടെ സേവനങ്ങൾ തന്റെ ആരോഗ്യത്തിൽ അവിടെ വെച്ച് അനുസ്മരിക്കുകയും അവരെ പുകഴ്ത്തി പറയുകയും അവർക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യുകയും ചെയ്തു. ലോകരോട് റസൂലുള്ള പറഞ്ഞത്, അൻസാരികളുടെ നന്മ സ്വീകരിക്കുക, അൻസാരികളിൽ നിന്ന് വല്ല തിന്മയും വന്നാൽ അവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച നൽകുക, അൻസാരികൾ എണ്ണം കുറയും, ഉപ്പ് ഭക്ഷണത്തിൽ ലയിക്കുന്നത് പോലെ അൻസാരികൾ എണ്ണം കുറയുന്ന അവസ്ഥയുണ്ടാകുമെന്നെല്ലാം പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ ആശ്വസിപ്പിച്ച് വർത്തമാനം പറഞ്ഞ് അവരെ പ്രശംസിച്ച് പറഞ്ഞ് അവരുടെ സേവനങ്ങൾ എണ്ണി പറഞ്ഞാണ് അവസാനമായി തിരുദൂതർ തന്റെ മിമ്പറിൽ നിന്നിറങ്ങി വീണ്ടും തന്റെ ശയ്യയിലേക്ക് വരികയുണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ദീനിനും ഖിദ്മത്ത് ചെയ്ത് വലിയ സേവനങ്ങൾ ചെയ്ത് ചരിത്രം കുറിച്ച മഹത്തുക്കളാണ് അൻസാരികൾ. അവരുടെ വിശേഷണങ്ങൾ എണ്ണുവാൻ നമ്മുടെ ഈ തുച്ഛമായ സമയം തീർത്തും പരിമിതമാണ്. എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്തി എന്ന് മാത്രം. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അലാമത്തിൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ. ഈമാൻ ഉണ്ട് എന്നതിന്റെ ലക്ഷണമാണ് അൻസാരികളെ സ്നേഹിക്കൽ. വമിൻ അലാമത്തിൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. കാപട്യത്തിന്റെ ലക്ഷണമാണ് അൻസാരികളോട് ദേഷ്യം വെക്കൽ. അതുകൊണ്ട് തന്നെ ഈമാൻ ഉള്ളവർ അൻസാരികളെ സ്നേഹിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും അൻസാരികളെ സ്നേഹിക്കുന്നവരുമാണ്. ഇൻഷാ അല്ലാഹ് മദീനയുമായി ബന്ധപ്പെട്ട മറ്റു ചില ചരിത്രങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അള്ളാഹു ചൊരിയുന്ന അവന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മളിലേക്ക്, നമ്മുടെ ഈ വേദിയിലേക്ക് ചൊരിയുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ.
വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.